തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നു. അല്ല, ഞാൻ പറയാം, പല രംഗങ്ങളിലും ഉണ്ടല്ലോ. ഞാൻ ചോദ്യോത്തരായിട്ട് പറയാത്തത് കൊണ്ടാണ്. ഈ രംഗത്തുള്ള ആരായാലും എനിക്ക് അതിനകത്ത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. അതൊരു മാതൃകയായിട്ട് നമ്മൾ നിൽക്കേണ്ടതാണ്. ഇതെന്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ സാധ്യമാവൂ. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള കുറേ ഒപ്പീനിയൻസ് ഉണ്ട്. ഒപ്പീനിയൻ്റെ പുറത്തൊരു ഒപ്പീനിയൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം ഞാനൊരു പറയാതെ നിൽക്കുന്നത്. ലെറ്റ് us വെയിറ്റ് ഫോർ എ ഫൈനൽ ഡിസിഷൻ. സംഭവങ്ങളിൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് ഇരകൾക്ക് വേണ്ടി വാദിക്കുന്ന പോരാടുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ്. അത്തരത്തിലുള്ള കോൺഗ്രസിൽ തന്നെ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ അവർക്ക് ആ പോരാട്ടത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ളതാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇപ്പോൾ പറയുന്നത്. അത് ശരിയല്ല. അല്ലല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനകത്ത് ആര് വിചാരിച്ചാലും നമ്മുടെ ആ കാഴ്ചപ്പാടിനകത്ത് മാറ്റം വരുന്ന പ്രശ്നമില്ല. പക്ഷേ ആ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പരസ്യമായി പറയാവുന്ന സമയമുണ്ട്. അതേസമയം ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടി പാർട്ടി ഇടപെട്ട സന്ദർഭത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ വെച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ യുവനേതാക്കൾ റീൽസിൽ മാത്രമായി പോകുന്നു, കൃത്യമായി ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആരോപണം, അത്തരത്തിലുള്ള കാര്യങ്ങളാണോ ഈ വീഴ്ചയിലേക്കൊക്കെ പോയി? ഇത് രണ്ടും രണ്ടല്ലേ? ഇത് രണ്ടും രണ്ടായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് വിഭാഗീയത ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വരുന്നത്. അങ്ങനെ ചില സംശയങ്ങൾ, ചില ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഇപ്പം ഞാൻ ഈ അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കമന്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അത് എന്താണ് എന്ന് ഒരു ചില ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നാലെ പറക്കുന്നത് ശരിയല്ല. ഈ ആരോപണങ്ങൾക്ക് പിന്നിലും വാർത്തകൾ മാധ്യമങ്ങൾക്ക് വന്നതിന് പിന്നിലും കോൺഗ്രസ്സുകാർ തന്നെയാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ യുവ നേതാക്കൾ തന്നെയാണെന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നത്. ഒരു അന്വേഷണം നടത്തി അങ്ങനെയാണ് വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് ആ തീരുമാനത്തിലെത്താം. പക്ഷേ ഒരു അന്വേഷണം എന്തെങ്കിലും പൊതുവായിട്ട് വരുമ്പോഴല്ലേ അതൊക്കെ അറിയാൻ പറ്റൂ. ഇപ്പം പ്രിമച്വർ സ്റ്റേജാണ്. ചില വാർത്തകൾ വന്നു, ചില ഡെപ്പോസിഷൻസ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ അത് കറക്റ്റാവില്ല. അതിൻ്റെ കൃത്യമായ നിജസ്ഥിതി വരട്ടെ. വരുമ്പോൾ നമുക്കെല്ലാവർക്കും ശക്തമായ അഭിപ്രായമുണ്ട്. ആ സമയത്ത് അഭിപ്രായം പറയുകയും ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണമാണ് കണ്ടത്. വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയാനില്ല. ഈ പ്രാഥമിക ഘട്ടത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് ശരിയാകില്ല. പക്ഷെ കൃത്യമായ നിലപാടുണ്ട് ഈ വിഷയത്തിൽ എന്ന് പറയുകയാണ്. അത് കേന്ദ്രം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അതിനു മുൻപ് കുറച്ച് സമയം മുൻപാണ് നമ്മൾ രമേശ് ചെന്നിത്തലയുടെ ഈ വിഷയത്തിലുള്ള നിലപാടൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കൃത്യമായി തന്നെ നടപടി ഉണ്ടാകണം. ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയാൽ അത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കും. അതുകൊണ്ട് നടപടി വേണം എന്നുള്ളത് ഹൈക്കമാൻഡിന് രമേശ് ചെന്നിത്തല, അദ്ദേഹം വിദേശത്താണുള്ളത്, അദ്ദേഹം ആ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. KPCC അധ്യക്ഷൻ വെയിറ്റ് ആൻഡ് സീ എന്നാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. വേറെ ഒന്നും ഇപ്പോൾ പ്രതികരിക്കാനില്ല, പിന്നീട് പ്രതികരിക്കാം എന്നുള്ളതാണ് KPCC അധ്യക്ഷന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവാകട്ടെ അല്പസമയം മുൻപ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്താണ് ആ പരിപാടി ഉള്ളത്. സീനിയേഴ്സ് ജേർണലിസ്റ്റ് ഫോറം പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ടിട്ടേ പോകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായി തന്നെ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ചേർത്ത് പിടിക്കാനാകില്ല എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുണ്ട്. രാജി തന്നെയാണ് വേണ്ടത് എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ നിലപാട് മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.